നമുക്കറിയാം ബഹുമാനം കൂടി ഒരു ADM-നെ ഒരു കൊന്ന ഒരു വ്യക്തിയാണ്. അതെ അതെ അതെ, കൊന്നത് തന്നെയാണല്ലോ അത്. എത്ര തുകയോളം വെള്ളം പൂശിയാലും എത്രത്തൊക്കെ റിപ്പോർട്ടുകൾ അവരെ നിരപരാധിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് വന്നാലും നമ്മൾ കേരള ജനത മൊത്തവും കണ്ടതാണ് അതെന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ളത്. അത്തരത്തിൽ പറയുന്ന പോലെ വേണ്ടപ്പെട്ടവരെല്ലാം ബഹുമാനിക്കാൻ മികവുള്ള, ബഹുമാനത്തിലൂടെ ജീവൻ എടുക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ഈ പറയുന്ന PP ദിവ്യ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഈ പറയുന്ന വീരഭദ്രസിംഗിന്റെ ഒരു കുടുംബത്തിലേക്ക്, ഹിമാചൽ പ്രദേശിലെ സംഭവത്തിലേക്ക് വന്നാൽ നമുക്കറിയാം അവിടുത്തെ ഒരു കോൺഗ്രസ് കുടുംബം അത് വീരഭദ്രസിംഗിന്റെ കയ്യിലായിരുന്നു. അവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് വീരഭദ്രസിംഗ് ആയിരുന്നു. അദ്ദേഹം ഏറെക്കാലം മുഖ്യമന്ത്രിയായിരുന്നു. അവസാനം അദ്ദേഹം ഈ അഴിമതികളിലൊക്കെ പെട്ട് വലിയൊരു പതനത്തിലേക്ക് പോയി. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ തന്നെ ആയിരുന്നു അവിടെ കോൺഗ്രസിനെ നിയന്ത്രിച്ചത്. പ്രതിഭാ സിംഗ് എന്ന് പറയും. ഇടക്കാലത്ത് അവര് ഇടക്കാല മുഖ്യമന്ത്രിയാവുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് അവിടുത്തെ കോൺഗ്രസിനെ നയിച്ചു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരായിരുന്നു അവിടുത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷ. അങ്ങനെ കോൺഗ്രസ് മികച്ച വിജയം നേടി വരുന്നു. അന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ പ്രചരണമൊക്കെ വലിയ രീതിയിൽ അവിടെ തുണയായി.